ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലോംബിക്സ്. അപ്പോൾ എൻ്റെ ഈ പഴയ ഡ്രസ്സിനെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ക്രഞ്ചി ആക്കാൻ പോവാണ്. സോ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു. സ്ക്രീനിൽ കാണുന്നതാണ് കേട്ടോ മെഷർമെൻറ്റ്. ക്ലോത്തിൻ്റെ നല്ല ഭാഗം അകത്തോട്ട് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് എഡ്ജസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു കുളുകുള കിടക്കുന്ന മെറ്റീരിയൽ പേര് അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഞാൻ അയൺ ചെയ്ത് കൊടുക്കുന്നത്, ഒന്ന് സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. എഡ്ജ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. വീഡിയോയുടെ ലാസ്റ്റ് ആകുമ്പോഴേ മനസ്സിലാവും കേട്ടോ ഇത് എന്തിനാണ് ചെയ്തതെന്നുള്ളത്. ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എന്തെങ്കിലും ഡീറ്റെയിൽസ് ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ മാക്സിമം ഡീറ്റെയിൽസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ക്ലോത്ത് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്ന് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ് പ്രോസസ്സിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ സ്വിങ് മെഷീൻ ഇല്ലെങ്കിലും നമ്മുടെ കൈത്തുന്നലില്ലേ ആ ഭാഗത്ത് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ 2 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ, കാരണം സ്റ്റിച്ച് പെട്ടെന്ന് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ക്ലോത്തിൻ്റെ നല്ല ഭാഗം പുറത്തോട്ട് കൊണ്ടുവരാൻ പോവുകയാണ് പിന്ന് യൂസ് ചെയ്തിട്ട്. അത് ഞാൻ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ക്ലോത്തിൻ്റെ നല്ല ഭാഗം എത്ര ശ്രമിച്ചിട്ടും പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ച പോലെ പിന്നെ ക്ലോത്തിൽ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. മീൻസ് ക്ലോത്തിൻ്റെ നല്ല ഭാഗം കണ്ടോ ഇങ്ങനെ പുറത്തോട്ട് വരും. എന്നിട്ട് ഇപ്പോൾ ഈ ക്ലോത്തിൻ്റെ ചുളിവ് മാറ്റാനായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. സോ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് എലാസ്റ്റിക് ക്ലോത്തിൻ്റെ അകത്ത് കൊടുക്കുക എന്നുള്ളത്. അതും പിന്നെ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. എലാസ്റ്റിക്കിൻ്റെ സൈസ് ഞാൻ മുന്നേ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. 9 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. വിഡ്ത്ത് എന്ന് പറയുന്നത് 1/4 വിഡ്ത്തിൻ്റെ എലാസ്റ്റിക്കാണിത്. ആ 2 എഡ്ജും കൂടെ ഒരുമിച്ച് തന്നെ പിടിച്ച് ഒരു നോട്ടിട്ട് കൊടുത്താൽ മതി, അത് ഇളകി പോകത്തില്ല. ഇപ്പം ഈ എലാസ്റ്റിക്കിന് വിഡ്ത്ത് കുറവായതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. വിഡ്ത്തുള്ള എലാസ്റ്റിക് ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വന്നേനെ. മുന്നേ ഒരു എഡ്ജ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടില്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് അതിൻ്റെ യൂസ് വരുമെന്ന്. ആ ഫോൾഡ് ചെയ്ത എഡ്ജിൻ്റെ അകത്തോട്ട് അപ്പുറത്തെ ഭാഗത്തുള്ള ഓപ്പണിങ് അകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ ആ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മളുടെ പഴയ ഡ്രസ്സ് വെച്ചിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ക്രഞ്ച് റെഡി ആയിട്ടുണ്ട്. ഈ സ്ക്രഞ്ച് ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മുടെ ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.